ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങളുടെ മുറ്റത്തുണ്ടായിരുന്ന വഴുതനയാണ്. കുറേ ഉണ്ട്, കുറേ ചെടിയുണ്ട്, കുറേ കായ്ച്ചു. അപ്പം അതിലൊരു നല്ലത് നോക്കിയിട്ട്, നല്ലതല്ല ഒരു വലുത് നോക്കിയിട്ട് എടുത്തിട്ട് ഒരു ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്, അപ്പം അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അത് പറിച്ചിട്ട് ഇതെല്ലാം ഞങ്ങളുടെ ആ ചെടി നിൽക്കുന്ന വഴുതനയുടെ ആ ചെടിയാണ്. വഴുതന, കത്തിരിക്ക എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് എടുക്കാം, ബജ്ജി ഉണ്ടാക്കാൻ ഏത് മാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ്, കായപ്പൊടി, പിന്നെ സോഡാപ്പൊടി ഇട്ടത്. സോഡാപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. പെരുംജീരകം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. പിന്നെ വെളുത്തുള്ളി ഇടാം. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പം ഒരുപാട് ലൂസായിട്ട് വരല്ല. അത് നല്ല ഒരു കട്ടിക്ക് ഒരു ഇപ്പോഴത്തെ ഈ ഒരു നമ്മൾ ഈ സ്പൂണിൽ എടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിട്ട് വരണം. ആ ഒരു രീതിക്കാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അത് വഴുതന ഞാൻ നെടുകേന്ന് വേണമെങ്കിലും മുറിക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാൻ അത് വട്ടത്തിലാണ് കട്ട് ചെയ്തത്. ആ ഒരു തിക്നെസ് മതി. ഒരുപാട് തിന്നും ആവാൻ പാടില്ല, ഒരുപാട് വലുതും ആവാനും പാടില്ല. അങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മൾ വെള്ളത്തിലാണ് അരിഞ്ഞിടേണ്ടത്, കാരണം അതിൽ ഒരു കറ കാണും. അപ്പോൾ അത് പോകണം. വെള്ളത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും അതിട്ട് വയ്ക്കണം. ഞാൻ അങ്ങനെ വയ്ക്കാറുണ്ട്. എല്ലാവരും വയ്ക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ വയ്ക്കാറുണ്ട്. എന്നിട്ട് നമ്മളതിനെ വെള്ളത്തിലിട്ട് അങ്ങനെ വയ്ക്കുകയാണ് ഒരു 5 മിനിറ്റ്. അത് അത്രയും മതി. അത് കഴിഞ്ഞ് എടുത്തിട്ട് മാവിലോട്ടാണ് അതിനെ ഇട്ടത്. മാവിലോട്ട് ഇട്ടിട്ടാണ് അത് മിക്സ് ചെയ്തത്. ഈ ലോ ഫ്ലെയിമിൽ വേണം ചട്ടി ചൂടാക്കാനായിട്ട്. അതിൻ്റെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം ഇടാൻ. എന്നാലും ചൂടായ എണ്ണയിലേ ഇടാവൂ, എങ്കിലേ അത് പെട്ടെന്ന് വെന്ത് വരുള്ളൂ, മുരിഞ്ഞ് വരുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാലേ കുറച്ച് ഇതാണ് നല്ലതായിട്ട് കരിയാതെ കിട്ടും. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിനി അത് പൊളിച്ചെടുക്കാം. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കത് മറിച്ചിടാം. സൂക്ഷിക്കേണ്ട കാര്യം എണ്ണ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തല, കൈ, മുഖം ഇതൊക്കെ ആവശ്യമുള്ളവർ അതിനടുത്തോട്ട് പോവാതിരിക്കുക, കുറച്ച് ദൂരം മാറിയിരിക്കുക. എൻ്റെ ദേഹത്ത് ഇതുപോലെ എണ്ണ പൊട്ടിത്തെറിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കും, എങ്കിലും കുറച്ചൊരു ശ്രദ്ധിക്കും. നമ്മൾ ധൃതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഇനി ഒരു സൈഡ് ബ്രൗൺ ആയി. അപ്പം ഇനി തിരിച്ചിടുമ്പോഴും സൂക്ഷിക്കണം. ഒത്തിരി വേഗത്തിലൊന്നും മറിച്ചിത്. ഇപ്പോൾ സ്പീഡ് ഇട്ടിക്കുന്നതുകൊണ്ടാണ് വേഗം തോന്നിയത്. ഞാൻ മെല്ലെയാണ് മറിച്ചിട്ട്. ഒരുപാട് സ്പീഡിൽ മറിച്ചിട്ടാൽ എണ്ണ തെറിക്കും. തീ വെച്ചുള്ള കളിയായതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കും. ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, കാരണം ഇത് ഞാൻ സ്വന്തമായിട്ട് എടുക്കണം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിനി അടുത്ത സൈഡും നല്ലപോലെ മൊരിഞ്ഞിട്ട്, എന്ന് പറയുമ്പോൾ നല്ലപോലെ മൊരിഞ്ഞില്ലെങ്കിൽ എണ്ണ അതിൽ തന്നെ നിൽക്കും, ഒരുപാട് ഓയിലാവും.
ഞാൻ ഇതിലിപ്പം സെപ്പറേറ്റ് ഒരു ഓയിൽ ഒഴിച്ചിട്ടില്ല വേറെ. ഞാൻ ആദ്യം ഒഴിച്ച അത്രയും ഓയിലൊന്നും ഇതുവരെയായിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അവസാനം വരെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എണ്ണ നല്ലപോലെ തോർന്ന് കിട്ടണമെങ്കിൽ നല്ലപോലെ മൊരിയണം, കരിഞ്ഞു പോവാതെ മൊരിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, 2 സൈഡും ആയിട്ടുണ്ട്. അതിനെ എടുത്തപ്പോഴത്തേക്കും ശരിക്കും ഇത് പാത്രത്തിലിട്ടപ്പോൾ നല്ല സൗണ്ട് കേൾക്കായിരുന്നു, ഒരു വീണ സൗണ്ട്, അത്രയ്ക്കും മൊരിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനലായിട്ടുള്ള ഒരു പിക്ചർ, ഒരു വീഡിയോ എന്ന് പറയുന്നത്. നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്, ശബ്ദം കേൾക്കാം, അത്രയ്ക്ക് മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഏട്ടൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്, അപ്പോഴത്തേക്കും കൊള്ളായിരുന്നു. ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, അത്രയ്ക്കും മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.